മിഷൻ ഒമാൻ സംഘടിപ്പിച്ച അക്ഷരം 2024 പരിപാടി ശ്രദ്ധേയമായി. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒമാൻ മലയാള മിഷൻ സംഘടിപ്പിച്ച അക്ഷരം 2024 സാംസ്കാരിക വേദി ഉദ്ഘാടകയായ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ പോലും മതിരിക്കുന്ന ഓർമ്മകളിലേക്ക് എത്തിച്ചു. വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ കണ്ട് മനവും മിഴിയും നിറഞ്ഞ് വിസ്മയത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. അക്ഷരം എന്ന പരിപാടി ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളെ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് ഏറ്റവും മനോഹരമായ നിലയിൽ അവതരിപ്പിക്കപ്പെട്ട ആ പരിപാടിയെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. KPSCയുടെ പഴയ നാടകകാലം മധുരിക്കും ഓർമ്മകളെ മലമത്തിൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാറ്റുവഴി. അഖിലാണ്ട സമ്മേളനത്തിലുള്ള പഴയ പ്രാർത്ഥന തുടങ്ങിക്കൊണ്ട് നമ്മളെല്ലാം കേട്ട് പരിചയിച്ച ഒരുപാട് കവിതാ ശകലങ്ങളും ഇത്ര നിർമ്മാണ സർഗാനുഭവം കേരളത്തിലെ വേദികളിൽ കാണുന്നില്ല എന്നതിന് പറയാൻ പറയാൻ പറ്റത്തില്ല. റുസൈലിലുള്ള മിഡിൽ ഈസ്റ്റ് കോളേജിൽ നടന്ന മലയാള മിഷൻ ഒമാം ചാപ്റ്ററിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 100-ലധികം കുട്ടികൾ അവതരിപ്പിച്ച അക്ഷരോത്സവത്തെ മറ്റൊരു കേരളമാക്കി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മലയാള മിഷൻ ഡയറക്ടറും പ്രമുഖ കവിയുമായ മുരുകൻ കട്ടാക്കട, കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും ചെണ്ടവാദകനുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, ഒമാനിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖർ, മലയാള മിഷൻ ഒമാൻ ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. മലയാള മിഷൻ ഒമാൻ സെക്രട്ടറി അനുചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ ഡോക്ടർ ജയരത്നകുമാർ അധ്യക്ഷനായിരുന്നു. പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ വിൽസൺ ജോർജ്, മലയാള മിഷൻ പ്രസിഡന്റ് കെ സുനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ അനുപമ സന്തോഷ്, രാജീവ് മഹാദേവൻ എന്നിവർ ആശംസകളും ട്രഷറർ പി ശ്രീകുമാർ നന്ദിയും അറിയിച്ചു. നിയുക്ത ഇന്ത്യ GCC കൗൺസിൽ മെമ്പർ സന്തോഷ് ജീവർ, ഇന്ത്യൻ സ്കൂൾ BOD ഫിനാൻസ് ഡയറക്ടർ നിതീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മലയാളം ഒമാൻ മിഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പ്രവാസി ഭാഷാ പുരസ്കാരം 2024 അവാർഡ് ജേതാവ് P മണികണ്ഠന് മന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു. തുടർന്ന് മുരുകൻ കാട്ടാക്കട അവതരിപ്പിച്ച കാവ്യസന്ധ്യയും അതിനുശേഷം മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ഹാർമോണിയം വിദഗ്ധൻ പ്രകാശ് ഉള്ളേരിയും ചേർന്ന് അവതരിപ്പിച്ച ആകർഷമായ ഫ്യൂഷൻ പ്രോഗ്രാം ദ്വയവും അരങ്ങേറി. കൈരളി ന്യൂസ്, ഒമാൻ.